ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന ഭാഗവും ദ കോൺ എന്ന ഭാഗവും അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? രാജാവ് തൻ്റെ കയ്യിൽ കിട്ടിയ ആ വലിയ ചോളവിത്ത് കർഷകനെ കാണിച്ചു. പക്ഷേ കർഷകന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അയാൾ പറഞ്ഞു, എൻ്റെ അച്ഛന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കുമെന്ന്. പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ദ കിങ് sent for the old man's father, and he was brought before him. He came walking on one crutch. The king showed him the grain, and the old peasant, who was still able to see, took a good look at it. And the king asked him, "Can you tell us, old man, where a corn like this used to grow? Have you ever bought anything like it or sown it in your fields?" Though the old man was rather hard of hearing, he could hear better than his son. രാജാവ് പ്രായമായ കർഷകന്റെ അച്ഛനെ കൊണ്ടുവരാനായി ആളെ അയച്ചു. അയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അയാൾ ഒരു ക്രച്ച് ഉപയോഗിച്ചാണ് നടന്നിരുന്നത്. തൻ്റെ കയ്യിലുള്ള ധാന്യം രാജാവ് ആ കർഷകന് കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കാണാമായിരുന്നു, കാഴ്ചശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അതെടുത്ത് നോക്കി. ഇതുപോലൊരു ധാന്യം എവിടെയാണ് വിളയുന്നതെന്ന് താങ്കൾക്കറിയാമോ? താങ്കൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരെണ്ണം വാങ്ങിക്കുകയോ കൃഷി ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? രാജാവ് ചോദിച്ചു. ആ കർഷകന് കേൾവിശക്തി കുറച്ചു കുറവായിരുന്നു. എങ്കിലും തൻ്റെ മകനേക്കാൾ ഭേദമായിരുന്നു അയാളുടെ കേൾവിശക്തി. "No," he said, "I never sowed nor reaped any grain like this in my field. As for buying, I never bought any, for in my time money was not yet in use. Everyone grew his own corn, and when there was any need, we shared with one another. I do not know where such kind of corn grew. Ours was larger and yielded more flour than the present day grain, but I never saw any like this." ഇല്ല, അയാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇത്തരമൊരു ധാന്യം വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. വാങ്ങിക്കുന്ന കാര്യമാണെങ്കിൽ ഞങ്ങൾ ഒന്നും തന്നെ വാങ്ങിച്ചിരുന്നില്ല. കാരണം അക്കാലത്ത് പണം ഉപയോഗത്തിലില്ലായിരുന്നു. എല്ലാവരും അവരവർക്ക് ആവശ്യമായ ധാന്യം സ്വന്തമായി കൃഷി ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഞങ്ങൾ അവ പരസ്പരം പങ്കുവയ്ക്കുമായിരുന്നു. ഇത്തരമൊരു ധാന്യത്തെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. ഞങ്ങളുടെ കാലത്തെ ധാന്യം കുറച്ചുകൂടി വലുതായിരുന്നു. അതിൽ നിന്നും കുറച്ചുകൂടി മാവൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോഴത്തേതിനേക്കാൾ. പക്ഷേ ഇതുപോലൊരെണ്ണം ഞാൻ കണ്ടിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. "I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him." So the king sent for the old man's father. They found him and brought him before the king. He ended walking easily and without crutches. His eyes were clear, his hearing good, and he spoke distinctly. The king showed him the grain, and the old grandfather looked at it and turned it about in his hand. "It is long since I saw such a fine grain," said he, and he bit a piece off and tasted it. "It's the very same kind," he added. എന്നിരുന്നാലും
എൻ്റെ അച്ഛനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ധാന്യങ്ങളൊക്കെ വളരെ വലുതായിരുന്നെന്നും അതിൽ നിന്നും കൂടുതൽ മാവ് കിട്ടുമായിരുന്നു എന്നും. അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്, ആ കർഷകൻ പറഞ്ഞു. ആ പ്രായമായ കർഷകൻ്റെ അച്ഛനു വേണ്ടിയും രാജാവ് ആളെ അയച്ചു. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് രാജാവിനു മുന്നിൽ കൊണ്ടുവന്നു. വളരെ ചുറുചുറുക്കോടെ, ക്രച്ചസൊന്നുമില്ലാതെയാണ് ആ അപ്പൂപ്പൻ വന്നത്. അദ്ദേഹത്തിന് നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ സ്പഷ്ടവുമായിരുന്നു. രാജാവ് ഈ ധാന്യം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ഇത്തരത്തിലൊരു ധാന്യം കണ്ടിട്ട് എത്ര കാലമായി, അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ച് വായിലിട്ട് രുചിച്ചു നോക്കി. അതെ, അതുപോലെ തന്നെ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദ കോൺ. ടെൽ മീ ഗ്രാൻഡ്ഫാദർ, began the king, when and where was such corn grown? Have you ever bought any like it, or sown it in your fields? And the old man replied, corn like this used to grow everywhere in my time. I lived on corn like this in the days of my youth and fed others on it. It was such a grain that we used to sow, reap and thresh. പറയൂ അപ്പൂപ്പ, ഏതുകാലത്ത് എവിടെയാണ് ഇത്തരത്തിലുള്ള ചോളം വളർന്നിരുന്നത്? രാജാവ് ചോദിച്ചു. താങ്കളുടെ വയലിൽ ഇതുപോലൊരെണ്ണം വിതച്ചിട്ടുണ്ടോ? പ്രായമായ ആ കർഷകൻ മറുപടി പറഞ്ഞു. എൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ചോളമായിരുന്നു എല്ലായിടത്തും വളർന്നിരുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ജീവിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ചോളങ്ങൾക്ക് നടുവിലാണ്. ഞങ്ങൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് ഞങ്ങൾ പതിവായി വിതച്ചിരുന്നതും കൊയ്തിരുന്നതും മെതിച്ചിരുന്നതുമെല്ലാം ഇത്തരത്തിലുള്ള ധാന്യങ്ങളായിരുന്നു. ആൻഡ് ദ കിങ് ആസ്ക്ഡ്, ടെൽ മീ ഗ്രാൻഡ്ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ, ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ആൾ യുവർസെൽഫ്? The old man smiled. In my time, he answered, no one ever thought of such a sin as buying or selling bread, and we knew nothing of money. Each man had enough corn of his own. ഇതു കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു, അപ്പൂപ്പ പറയൂ, അത് നിങ്ങൾ എവിടുന്നെങ്കിലും വാങ്ങിയതാണോ, അതോ എല്ലാം നിങ്ങൾ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയായിരുന്നോ? അത് കേട്ട് ആ വൃദ്ധ കർഷകൻ ചിരിച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞു, എൻ്റെ കാലത്ത് ആരും തന്നെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിരുന്നില്ല. അതൊരു പാപമായിട്ടാണ് അക്കാലത്ത് കരുതപ്പെട്ടിരുന്നത്. ഞങ്ങൾക്ക് പണത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ സ്വന്തമായി കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. Then tell me, grandfather, asked the king, where was your field? Where did you grow corn like this? And the grandfather answered, my field was God's earth. Wherever I plowed, it was my field. Land was free. It was a thing no man called his own. Labor was the only thing men called their own. എങ്കിൽ അപ്പൂപ്പ പറയൂ, എവിടെയായിരുന്നു നിങ്ങളുടെ വയൽ? ഇത്തരത്തിലുള്ള ധാന്യങ്ങൾ എവിടെയായിരുന്നു വിളഞ്ഞിരുന്നത്? രാജാവ് ചോദിച്ചു. അപ്പൂപ്പൻ മറുപടി പറഞ്ഞു, എൻ്റെ വയലെന്നാൽ ദൈവത്തിൻ്റെ ഭൂമിയായിരുന്നു. എവിടെയാണോ ഞാൻ ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്നത് അതായിരുന്നു എൻ്റെ വയൽ. അക്കാലത്ത് ഭൂമി എല്ലാവർക്കും സൗജന്യമായിരുന്നു. അത് ഒരാളുടേതു മാത്രമായിരുന്നില്ല. എല്ലാവർക്കും എവിടെയും കൃഷി ചെയ്യാമായിരുന്നു. നമ്മുടെ സ്വന്തം എന്ന് പറയാനുള്ളത് നമ്മുടെ അധ്വാനം മാത്രമായിരുന്നു. Answer me 2 more questions, said the king. The first is, why did the earth bear such grain then,
and has ceased to do so now. And the second is, why does your grandson walk with 2 crutches, your son with 1, and you yourself with none? Your eyes are bright, your teeth sound, and your speech clear and pleasant to the ear. How have these things come about? എൻ്റെ 2 ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയൂ, രാജാവ് പറഞ്ഞു. അക്കാലത്ത് ഭൂമിയിൽ ഇത്രയധികം ധാന്യങ്ങളുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴില്ല. അതിൻ്റെ കാരണം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ കൊച്ചുമകൻ 2 ക്രച്ചസ് ഉപയോഗിച്ചാണ് നടന്നത്. നിങ്ങളുടെ മകനാകട്ടെ ഒന്നും, നിങ്ങളാണെങ്കിൽ ക്രച്ചസ് ഉപയോഗിക്കുന്നേയില്ല. നിങ്ങളുടെ കണ്ണിന് നല്ല കാഴ്ചശക്തിയുണ്ട്, നിങ്ങൾക്ക് നല്ല കേൾവിയുമുണ്ട്, നിങ്ങളുടെ പല്ലുകൾക്ക് ബലവുമുണ്ട്, സംസാരം വളരെ സ്പഷ്ടവുമാണ്. അതെന്തുകൊണ്ടായിരിക്കും? ആൻഡ് ദി ഓൾഡ് മാൻ ആൻസേർഡ്, ദീസ് തിങ്സ് ആർ സോ because men have ceased to live by their own labor and have taken to depending on the labor of others. In olden times, men lived according to God's law. They had what was their own and coveted not what others had produced. ആ വൃദ്ധ കർഷകൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ആളുകൾ സ്വന്തമായി അധ്വാനിക്കുന്നത് നിർത്തി മറ്റുള്ളവരുടെ അധ്വാനത്തെ ആശ്രയിക്കാൻ തുടങ്ങി. പണ്ടുകാലത്ത് ദൈവത്തിൻ്റെ നിയമമനുസരിച്ചാണ് മനുഷ്യൻ ജീവിച്ചത്. ഇപ്പോൾ അവർക്ക് സ്വന്തമായി നിയമമുണ്ട്. മാത്രമല്ല, ആളുകളുടെ ആഗ്രഹങ്ങളും കൂടി, പ്രത്യേകിച്ചും മറ്റുള്ളവർ ഉണ്ടാക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതുമായ വസ്തുക്കളോടുള്ള ആഗ്രഹം അവർക്ക് ഒരുപാട് വർദ്ധിച്ചു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ആ പ്രായമായ കർഷകൻ ഇവിടെ പറഞ്ഞത്. അധ്വാനിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എത്രമാത്രം ആരോഗ്യവാന്മാരായിരിക്കും എന്നുള്ളതും ഈ കഥയിലൂടെ നമുക്ക് വ്യക്തമാണ്. ചില പുതിയ പദങ്ങൾ നോക്കൂ. ത്രഷ്, സെപ്പറേറ്റ് ഗ്രെയിൻ ഫ്രം ദി കോൺ, മെതിക്കുക. കവറ്റഡ്, ഗ്രേറ്റ്ലി ഡിസയേർഡ് ഓർ എൻവീഡ്, അസൂയ കലർന്ന അത്യാഗ്രഹം. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് എബൌട്ട് ദ ഓൾഡ് പെസൻറ്റ് ആൻഡ് ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, പ്രായമായ കർഷകനെയും അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനെയും കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ദ പെസൻറ്റ് വാസ് ഓൾഡ് ആൻഡ് ബെൻഡ്, പെയിൽ ആൻഡ് ടൂത്ത്ലെസ്. ഹി വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രച്ചസ്. ഹിസ് ഐസൈറ്റ് വാസ് പുവർ. He was deaf too. He spoke with difficulty. He never sowed nor reaped any grain in his fields. He bought the grains for his food. The great-grandfather can walk easily. He never used crutches. His eyes were bright. His hearing was good. His teeth were strong. He spoke distinctly. His speech was clear and pleasant to hear. He used to sow, reap, and thresh the grains. When he was young, buying or selling food grains was a sin. Each man had enough corn of his own. Prepare a conversation between the king and the great-grandfather. രാജാവും അപ്പൂപ്പനും തമ്മിലുള്ള ഒരു സംഭാഷണം തയ്യാറാക്കുക. The king: Tell me, grandfather, have you ever seen a corn like this? Great-grandfather: It is long since I saw a fine grain like this. The king: When and where was such corn grown? Great-grandfather: Corn like this used to grow everywhere in my time. The king: Did you grow it all yourself, or did you buy it? Great-grandfather: We used to sow, reap, and thresh grains like this. In my time, buying or selling food grains was a sin. The king:
Where was your field? Great-grandfather, my field was God's earth. Wherever I plowed was my field. The land was free. Labor was the only thing men called their own. The king, your son and grandson walked with crutches. You can walk easily. Unlike them, your eyes are bright. Speech is clear. Why so? Great-grandfather, because my son and grandson ceased to live by their own labor. They depend on the labor of others. കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻ കേരള we buy most of the vegetables and food items from the market. കേരളത്തിൽ നമ്മൾ പച്ചക്കറികളും മറ്റ് ആഹാര സാധനങ്ങളും കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. But there are many people who grow vegetables and food grains in their houses or farms or schools. പക്ഷേ കുറേ ആളുകൾ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ധാന്യങ്ങളും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വീടുകളിലും മറ്റ് കൃഷിസ്ഥലങ്ങളിലും സ്കൂളുകളിലുമൊക്കെ. നെയിം സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ് അറ്റ് ഹോം ഓർ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ വീട്ടിലും സ്കൂളിലുമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ചില പച്ചക്കറികളുടെയും പഴങ്ങളുടെയും പേരുകൾ എഴുതുക. വെജിറ്റബിൾസ് അഥവാ പച്ചക്കറികൾ: പംകിൻ, മത്തങ്ങ, ആഷ്ഗാർഡ്, കുമ്പളങ്ങ, ബിറ്റർഗാർഡ്, കൈപ്പയ്ക്ക അഥവാ പാവയ്ക്ക, കുക്കുംബർ, വെള്ളരിക്ക, ടൊമാറ്റോ, തക്കാളി, പീസ്, പയർ, സ്നേക്ക് ഗാർഡ്, പടവലങ്ങ, അമരാന്തസ്, ചീര. ഫ്രൂട്ട്സ് അഥവാ പഴങ്ങൾ: ബനാന, വാഴപ്പഴം, മാംഗോ, മാങ്ങ, ജാക്ക് ഫ്രൂട്ട്, ചക്ക, പപ്പായ, ഗോവ അഥവാ പേരയ്ക്ക, കാഷ്യൂ ആപ്പിൾ, കശുമാങ്ങ, ചിക്കു അഥവാ സപ്പോട്ട, ബെല്ലാപ്പിൾ അഥവാ ചാമ്പയ്ക്ക. പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം. വീട്ടിൽ തന്നെ പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. It is better if we can cultivate and produce at least a portion of the vegetables and fruits we need. നമുക്ക് ആവശ്യമായ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും ഒരു ഭാഗമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. If we do this, we will have the following benefits. നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് താഴെ പറയുന്ന പല ഗുണങ്ങളും ഉണ്ടാകും. എന്തൊക്കെയാണെന്ന് നോക്കാം. പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിൾസ്, കീടനാശിനികളില്ലാത്ത നല്ല പച്ചക്കറികൾ ലഭിക്കും. ഹെൽത്തി ഡിഷസ് വിത്ത് ന്യൂട്രീഷ്യസ് ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ്, ആരോഗ്യകരമായതും പോഷകസമൃദ്ധവുമായ പച്ചക്കറികൾ കഴിക്കാം. നോളേജ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ, പച്ചക്കറി കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഗെയിൻസ്, ജോലി സാധ്യതകളും സാമ്പത്തികമായ ലാഭവും ലഭിക്കും. സ്ട്രെസ് റിഡക്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കാനും മാനസിക സംതൃപ്തി നേടാനും കൃഷി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ദ കോൺ എന്നീ ഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.